വെൽക്കം ബാക്ക്. ടെക്ഹാക്വർക്കിന്റെ പുതിയ കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല, ഇന്നൊരു ഹാക്സ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ പച്ചക്കറി അരിയാൻ ഉപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡ്, ടഫ്ലോൺ കട്ടിംഗ് ബോർഡ് ഉണ്ടാവും. ടഫ്ലോൺ അല്ലെങ്കിൽ നൈലോൺ കട്ടിംഗ് ബോർഡ്. ആ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു ഫൂട്ട് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഇതിന് കാര്യമായിട്ട് ടൂൾസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഞാൻ എല്ലാത്തിലും കാണിക്കുന്നത് ഹെവി മെഷീനറീസും ടൂൾസും ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതിന് സാധാരണ വീടുകളിൽ കാണുന്നത് ഒരു സ്ക്രൂ ഡ്രൈവർ, സിമെന്റ് കത്തി, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ടൂൾസേ ആവശ്യമുള്ളൂ. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എന്നാലും ഞാൻ അടുത്തത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നേരെ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ ആവശ്യമായ ടൂൾസ് എന്ന് പറയുന്നത് സിമെന്റ് കത്തി, ഒരു ചെറിയൊരു ഹാമർ, ഒരു പോക്കർ എന്ന് പറയുന്ന സാധനം, നമ്മൾ പോക്കർ അഥവാ കുത്തിരുമ്പ് എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന സാധനം, കട്ടിംഗ് പ്ലെയർ, MS വയർ കട്ടാനും കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ. ഇത്തിരി ടൂൾസേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് എം സാൻഡ് അല്ലെങ്കിൽ പി സാൻഡ് എന്ന് പറയുന്ന സാധനം, നമ്മൾ സാധാരണ മെറ്റൽ പൊടിച്ചുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മണലായാലും മതി, മണൽ പൂഴിയായാലും മതി. ചെറിയൊരു പീസ് ചരട്, ഏകദേശം 1 കിലോളം സിമെൻറ്റ്, കുറച്ച് ഡ്രൈവാൾ സ്ക്രൂ, പിന്നെ വേണ്ടത് നമ്മൾ ടൈലിലൊക്കെ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ബ്ലാക്ക് ജോയിൻ ഫില്ലർ. അപ്പോൾ ഈ സിമെൻറ്റിന് കളർ കൊടുക്കാൻ വേണ്ടി, സിമെൻറ്റിൻ്റെ അതേ കളറാകുമ്പോൾ കാണാൻ ഇതൊരു രസം ഉണ്ടാവില്ല. പിന്നെ വേണ്ടത് കുറച്ച് അറാൾഡിറ്റ്, പ്ലസ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഗമ്മ്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ഉപയോഗശൂന്യമായ കട്ടിംഗ് ബോർഡ്, കുറച്ച് വെള്ളം, MS വയർ അഥവാ കെട്ട് കമ്പി എന്ന് പറയുന്ന സാധനം. ഇത്രയും സാധനമേ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഭാഗത്ത് കട്ടിംഗ് ബോർഡ് അഥവാ ചോപ്പിംഗ് ബോർഡിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു മാർക്കിംഗ് ഇടും. ഇങ്ങനെ മാർക്കിംഗ് ഇട്ട് ഈ ഒരു ഷേപ്പിലേക്കാണ് നമ്മളെ ഫൂട്ട് സ്ക്രബ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്കിംഗ് ഇട്ട് നോക്കാം. അപ്പം അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കുക. റാൻഡായിട്ട് ഹോൾ ഉണ്ടാക്കിയാൽ മതി, കൃത്യനിഷ്ഠയോടെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സൈഡിലായിട്ട് ചെറിയ 1 ഇഞ്ച് സ്ക്രൂവും, സെൻറ്ററിലോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് വരുമ്പോൾ 1.5, ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ടായിട്ട് 1.25 ഇഞ്ച്, അങ്ങനെ കുറച്ച് സ്ക്രൂ കയറ്റിയിടുക. അപ്പോൾ ഇത് നമ്മൾ അപ്പുറത്തെ MS വയർ കെട്ടിയിടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ക്രൂ കയറ്റിയിടുന്നത്. സ്ക്രൂ കയറ്റാൻ വേണ്ടി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, സാധാരണ ഹാൻഡ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതായത് നമ്മൾ സ്ക്രൂ എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി വേണ്ടത് ഇതിൽ നിന്നുള്ള MS വയർ അഥവാ കെട്ട് കമ്പി എന്ന് പറയും മലയാളത്തിൽ നമ്മൾ പറയുന്ന സാധനം. ഇങ്ങനെ കെട്ടിയിടുക. ഇപ്പോൾ കെട്ട് കമ്പി ഇങ്ങനെ ചുറ്റിയെടുക്കുക. റാൻഡമായിട്ട് ചുറ്റിയാൽ മതി, അങ്ങനെ കറക്റ്റ് ഷേപ്പിലൊന്നും വേണമെന്നില്ല. MS വയർ അഥവാ കെട്ട് കമ്പി ചുറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സിമെൻറ്റ് മിക്സ് ആക്കുക എന്നുള്ളതാണ്. 2 കപ്പ് മണലെടുക്കുമ്പോൾ 1 കപ്പ് സിമെൻറ്റ്, അത് അങ്ങനെ 1:2 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ സിമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സ്ട്രോങ് തന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് സ്ഥിരമായിട്ട് ഇതിൽ ഫിക്സ് ചെയ്ത് പിടിപ്പിച്ച് നിൽക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ജോയിൻ ഫില്ലർ അല്ലെങ്കിൽ ടൈൽ ഗ്രൗട്ട് എന്നെല്ലാം പറഞ്ഞ ടൈലിന് ഉപയോഗിക്കുന്ന പൊടി, അത് കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ കളർ ഉണ്ടാവില്ല. അപ്പോൾ അത് കുറച്ചിടുന്നുണ്ട്. അതിന് അളവൊന്നുമില്ല, ഏകദേശം ഒന്നും ഇടലാണ്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് അളവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ബാലൻസ് ഉള്ളത് കംപ്ലീറ്റ് അങ്ങ് എടുത്തിടുന്നുണ്ട്. സിമെൻറ്റിൻ്റെ കളറാകുമ്പോൾ ഫിനിഷിങ് അത്ര ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കും. കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വിചാരിച്ച ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. കുറച്ച് ടൈറ്റിൽ തന്നെ ആക്കുക. അതാ ഇങ്ങനെ ഈ ഒരു ഫോമിൽ കിട്ടണം. അതിനുശേഷം ബോർഡിൽ കുറച്ച് വെള്ളം നനക്കുക. പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ
അപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. ഡ്രൈ ആയതിന് ശേഷം ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. ഇതിനൊരു റഫ് ഉണ്ടാക്കിയെടുക്കേണ്ട ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഉണ്ടാക്കിയ സിമെൻറ്റ് കുറച്ചധികം ആ ഉണങ്ങുന്ന സമയത്തേക്ക് നമുക്കൊരു ഹാൻഡ് സ്ക്രബ്ബറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടൊരു സാധാരണ നമ്മൾ വാങ്ങുന്ന കണ്ണട പെക്സിൻ്റെ ഒക്കെ ഒരു പെട്ടി എടുത്തിട്ട് ഈ ഭാഗം മുറിച്ചെടുക്കുക. മുറിച്ച് 2 ഭാഗമാക്കി മാറ്റുക. അതിനുശേഷം കുറച്ച് സിമെൻറ്റ് ഇതിനകത്ത് ഫില്ല് ചെയ്തു. ഇതിപ്പോൾ തോന്നിയൊരു ഐഡിയ കേട്ടോ, പ്ലാൻ ചെയ്തൊന്നുമല്ല. സക്സസ് ആവുമോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, രണ്ടും അങ്ങനെ തന്നെയാണ്. എന്നാലും സക്സസ് ആവുമോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ സിമെൻറ്റ് സെറ്റായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് ഇതിലൊരു റോപ്പ് 3mm ഡയമീറ്ററുള്ള പ്ലാസ്റ്റിക് റോപ്പ് വെച്ച് റഫ് ഫീൽ ഉണ്ടാക്കുക. അപ്പോൾ 3mm ഡയമീറ്ററുള്ള ഒരു പ്ലാസ്റ്റിക് റോപ്പ് വെച്ച് റഫ് ഫിനിഷിങ് ഉണ്ടാക്കാൻ പോയി. അപ്പോൾ ഇതും റാൻഡമായി തന്നെ വെച്ചാൽ മതി. ഞാൻ ഒന്ന് വെച്ച് കൊടുക്കാം. കാണുമ്പോൾ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഉള്ള രൂപത്തിലുള്ള കാല ഉണ്ടാക്കിയെടുക്കുക. അല്ല നമുക്ക് കാല വരച്ച് കളയുന്ന സമയത്ത് ഫ്രീ ആയിട്ട് അഴുക്കെല്ലാം പോയി കിട്ടും. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സ്ക്രൂ ഒന്നും പുറത്താവാതെ തന്നെ നോക്കണം. അവസാനം പുറത്തായി കഴിഞ്ഞിട്ട് ഞാനിത് കാണിച്ചതെന്ന് പറയാൻ പാടില്ല, നമ്മൾ ശ്രദ്ധിക്കണം അത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം റഫാക്കുന്നതിന് വേണ്ടി കുറച്ച് എംസാൻ ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്യും. എംസാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് കളഞ്ഞ് അതിൽ തരി മാത്രം എടുക്കുക. അതിൽ ചെറിയ ഡസ്റ്റിലൊക്കെ കറഞ്ഞ് കുറച്ച് ഗ്രിറ്റ് കൂടിയ ഡസ്റ്റ് മാത്രം ഉപയോഗിക്കുക. കഴുകി വൃത്തിയാക്കിയെടുത്ത എംസാനിലേക്ക് എംസാൻ്റെ ഒന്ന് വെള്ളം കളയുമ്പോൾ ഒന്ന് തോർത്തിയെടുക്കും. നനവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റില്ല. വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നനയാത്ത എടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് ഈ വെള്ളമൊക്കെ കളഞ്ഞ് നനവൊക്കെ കളഞ്ഞെടുക്കുക. എന്നിട്ട് വലിയ ഗ്രിറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് റഫാക്കി ഈ കാണുമ്പോൾ ഒന്ന് വെച്ച് കൊടുക്കും. ആവശ്യത്തിന് പൊടി ഇടുക. നമുക്കിത് ഒരു 24 മണിക്കൂർ സെറ്റാവേണ്ടി വെക്കണം. അതിലൊരു 10 മണിക്കൂർ നോർമൽ സെറ്റിങ്ങിലും പിന്നെ ഒരു 14 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി ഇൻ്റർലോക്കിൻ്റെ ആ ഒരു സിസ്റ്റം പോലെ കുറച്ച് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ബാക്കി അതിന് ശേഷം കാണാം. നമ്മൾ ഇന്നലെ സെറ്റാക്കാൻ വേണ്ടി വെച്ച 10 മണിക്കൂർ അകത്തും 14 മണിക്കൂർ വെള്ളത്തിലും സെറ്റാക്കാൻ വെച്ച നമ്മളെ ഫൂട്ട് സ്ക്രബ് ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് അത് എടുത്തു നോക്കാം. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതിനടുത്തതായിട്ട് കുറച്ച് സമയം വെയിലത്ത് വെച്ചൊന്ന് ഇതിനെ ഉണക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് കുറച്ച് സമയം ഇതിനെ ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. ഡ്രൈ ആയതിനു ശേഷം ചെറിയ കുറച്ച് വർക്ക് കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കാല ഉരച്ച് കഴുകി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫുഡ് സ്ക്രബ് ഏകദേശം നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വർക്ക് ആരംഭിക്കാം. അപ്പോൾ ഇതേ അളവിലൊരു പഴയ റബ്ബർ മാറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു വണ്ടിയുടേതാണ്. അപ്പോൾ നമുക്കിത് താഴെയായിട്ട് ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് ഈ മാറ്റ് അല്ലെങ്കിൽ ഈ സ്ക്രൂ വരഞ്ഞിട്ട് ടൈലിൽ കലയുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ മാറ്റ് ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോയി ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകി ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പഴയ ഒരു എമറി ക്ലോത്ത് ഉപയോഗിച്ച് എമറി ക്ലോത്ത് ഉപയോഗിക്കണം. പുതിയത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഭാഗങ്ങളൊന്നും ബാക്കിയുണ്ടല്ലോ. പഴയ ഒരു എമറി ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് ഉരച്ചു വിടും. ഇപ്പോൾ ഇളകുന്ന പീസൊക്കെ ഇപ്പം തന്നെ ഇളകി പോകണം. അല്ലെങ്കിൽ നമ്മൾ കാലൊരുക്കുന്ന സമയത്ത് ഇളകിപ്പോയി കഴിഞ്ഞാൽ ബാത്റൂം ആകെ വൃത്തിയിടാം. നമ്മളെ റബ്ബർ മാറ്റിനെ
കഴുകി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പശ തേച്ച് ഇതിൻ്റെ അടിയിൽ ഒട്ടിക്കണം. ഈ ഭാഗത്തും കുറച്ച് അറാൾഡിറ്റ് ഇടാനുണ്ട്. അപ്പോൾ നമുക്ക് അറാൾഡിറ്റ് മിക്സ് ആക്കാം. അറാൾഡിറ്റ് റാപ്പിഡാണ് ഉപയോഗിക്കുന്നത്, ഫാസ്റ്റ് സെറ്റിംഗ് അറാൾഡിറ്റ്. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുക, രണ്ടും ഒരേ അളവിൽ എടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഇടാതെ കുറച്ച് സൈഡിലാക്കി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഒരു റഫാക്കി വിടുക, ഈ ഭാഗത്തുള്ള ഒന്ന് റഫ് ആക്കരുത്. അപ്പോൾ ഗമ്മൊന്ന് എളുപ്പത്തിൽ പിടിച്ചു കിട്ടാൻ വേണ്ടി ഇവിടെയൊക്കെ ഒന്ന് എമറി പേപ്പർ ഉപയോഗിച്ച് നന്നായി റഫാക്കുക. അടുത്തതായി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫ്രൂട്ട് സ്ക്രബ് ഇതിലേക്ക് ഒട്ടിക്കാൻ പോയി ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടി കുറച്ച് ഫ്ലക്സ് കിക്കായി കൊടുക്കും. എന്നാൽ ഇപ്പം തന്നെ ഒന്ന് അവിടെ പിടിച്ച് നിന്ന് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളതിന് വെയിറ്റെല്ലാം വെക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് ഫ്ലക്സ് കിക്ക് ഒന്ന് ഇട്ടിട്ട് കൊടുക്കും. അറാൾഡിറ്റ് അല്ലെങ്കിൽ എപ്പോക്സി ഗമ്മന് ഉപയോഗിക്കണം താഴെ ഒട്ടിക്കുന്ന സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ബാത്റൂമിലൊക്കെ വെള്ളം തട്ടുന്ന സമയത്ത് പെട്ടെന്ന് പോയിപ്പോവും. അപ്പോൾ ഇത് ഇപ്പം നമ്മളിത് ഒട്ടിക്കുന്നത് വെയിറ്റ് വെക്കൽ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് വെച്ച് ഇതിനെ ലോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലസ്റ്റിക്കിലൊന്ന് സെറ്റായി വരുന്ന സമയത്ത് തന്നെ അറാൾഡിറ്റും കൂടി ഒന്ന് സെറ്റായി കിട്ടും. ഇത് സെറ്റാകാൻ വേണ്ടി കമ്പനി പറയുന്ന ഒരു 5 മിനിറ്റാണ്. അറാൾഡിറ്റ് റാപ്പിഡ് സെറ്റാകാൻ വേണ്ടി വരുന്ന ടൈം 5 മിനിറ്റാണ്. നമുക്ക് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പശ നന്നായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി വേണ്ടത് ഈ സൈഡൊക്കെ ഒന്നിങ്ങനെ ഉരച്ചു കൊടുക്കും. ഈ ഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ ആക്കി സിമെൻ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഫിനിഷ് ആവുന്നതിന് വേണ്ടി എമറി ക്ലോത്ത് തന്നെ. ഇത് നമ്മൾ ആദ്യം ടൂൾസിൽ കാണിച്ചില്ല, ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തണം. ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, ഒരു പ്ലാനിങ്ങോടെ ചെയ്തതൊന്നുമല്ല. ചെയ്തു വരുമ്പോൾ ഈ ഒരു ടൂൾസ് കൂടി നിങ്ങൾ ഉൾപ്പെടുത്താം. ടൂളെന്ന് പറയാൻ പറ്റില്ല, ഇതും കൂടി നിങ്ങളൊന്ന് കരുതുക. കുറച്ച് ഫ്ലക്സ് കിക്ക് സൈഡിലൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത ആ ഭാഗത്ത് ഒരു കുറച്ചുകൂടി ഒന്ന് പിടുത്തം കിട്ടുമെന്ന് കഴിഞ്ഞ്. ഇളകുന്നൊന്നുമില്ല, എന്നാലും നമ്മളതൊന്ന് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ്ടല്ലേ, സമയത്ത് ഒരു നല്ലൊരു പിടുത്തം കിട്ടും. ഈ ഭാഗത്തായിട്ട് കുറച്ച് അറാൾഡിറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ മിക്സ് ചെയ്യുക. ശേഷം ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ പുരട്ടി കൊടുക്കും. പൂഴി തരിയൊക്കെ പെട്ടെന്ന് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യും. അപ്പോൾ എല്ലാ ഭാഗത്തും അറാൾഡിറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കാലിറക്കുന്ന സമയത്ത് മുറിയാണ്ടിരിക്കാനും പിന്നെ ഈ മേലുള്ള തരിയെല്ലാം ഒന്ന് സെറ്റായി ഇതിൽ തന്നെ നിൽക്കുന്നതിന് വേണ്ടി അറാൾഡിറ്റ് ഇട്ടത്. അറാൾഡിറ്റ് റാപ്പിഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റ് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിതിൽ ചെറിയൊരു വർക്ക് കൂടി ഉണ്ട്. ഇവിടെ നമുക്കൊരു നമ്മളെ ചെരുപ്പിൽ ഉപയോഗിക്കുന്ന ഒരു മൂക്ക് എന്ന് പറയുന്ന ഭാഗമില്ലേ, അതുപോലത്തെ ഒന്ന് സെറ്റായി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവസാനമായി ഈ സെന്ററിൽ നിന്ന് മുകളിലേക്കായി ഒരു സ്ക്രൂ കയറ്റി അടിഭാഗത്ത് കയറ്റിട്ട് ഒരു വുഡിന്റെ പീസ് കൂടി കൊടുക്കുന്നത്. നമുക്ക് തള്ളവിരലിൽ ഇങ്ങനെ ഇറുക്കി വെച്ചിട്ട് കാല് ഉരക്കുന്ന സമയത്ത് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി. എനിക്കിപ്പോൾ ഈ ലൈറ്റൊക്കെ സൗകര്യങ്ങളുള്ളതുകൊണ്ട് ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് നിർബന്ധമുള്ളതെന്നല്ല. അപ്പോൾ അതുകൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഒന്ന് ടൈറ്റാക്കി കൊടുക്കും. കുറച്ച് താഴത്തേക്കായിട്ട് കുഴിഞ്ഞിരിക്കുന്നതിൽ തന്നെ ടൈറ്റ് ചെയ്യണം, അല്ല പിന്നെ നമുക്ക് ടൈലിൽ കല വരും. ഇപ്പോൾ അങ്ങനെ ഇതിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. ഈ ഭാഗത്ത് മണലോ അല്ലെങ്കിൽ എംസാനിൻ്റെ ഒരു പീസ് പോലെ ഇളകുന്നില്ല. അറാൾഡിറ്റൊക്കെ എടുത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇപ്പം ഇതിനൊന്ന് പെയിന്റ് കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഇത് തന്നെ കിട്ടും. ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒരു സ്ക്രൂവിന് ഹോളൊക്കെ ആണിയൊക്കെ കൊടുത്താൻ പറ്റിയ ഒരു ഹോളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പ്രൊഫഷണൽ കിട്ടും. പക്ഷെ പോർട്ടബിൾ യൂസിന് എനിക്കിത് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഇതാണ് തോന്നുന്നത്. അപ്പം നമുക്ക് പിന്നെ ഇത് നമുക്ക് ഒരു സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഹാങ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വേറൊരു ഹാളിലേക്ക് നമുക്ക് എടുത്തു കൊണ്ടുപോകാനുള്ള കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് കാലവെച്ച് കഴുകുന്നതും കൂടി കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ടോട്ടൽ കോസ്റ്റായിട്ട് ഇതിൻ്റെ വന്നത് നമുക്ക് എല്ലാം കൂടി ഒരു 65 രൂപയുടെ സാധനം വന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉള്ളത് ഉപയോഗിച്ചത് കൊണ്ട് 65 രൂപയും വന്നിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുറേ ഉപയോഗിച്ച സാധനമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ള പ്രൈസ് തന്നെ വെച്ച് കണക്കൂട്ടിയിട്ട് നോക്കുമ്പോൾ ഉള്ള റേറ്റാണ് പറഞ്ഞത്. അപ്പം ശരിക്കും നമ്മൾ ഉള്ളത് വെച്ച് ഉപയോഗിച്ചത് കൊണ്ട് അത്രയും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. 65 രൂപയൊക്കെ ഒരു ഫുഡ് സ്ക്രബ് എന്ന് പറയുന്നത് വളരെ ഉപകാരമുള്ളത് തന്നെയാണ്. വീട്ടിലെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ വരുന്ന ക്രാക്കൊക്കെ ഉരച്ച് കളയാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരമുള്ള സാധനമാണ്.
അപ്പോൾ നമുക്ക് കാലൊന്ന് വരച്ച് കഴുകുന്നതും കൂടി കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആ മെതിയടീൻ്റെ സിസ്റ്റം പോലെ ഇങ്ങനെ വിരൽ കൊണ്ട് ഇറക്കി വെക്കാം. ഇതാ ഈ കരിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് വരച്ച് കളയും. ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട്. അടാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ഞാൻ തന്നെ അടാറെന്നുള്ളത്. അപ്പം നിങ്ങൾ ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, സൂപ്പറാണ്. ഇതേ സംഭവം വെച്ച് ഫോളോ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല. ഇതിൽ കുറച്ച് ബേബി ചിപ്സ് കൂടി ഇട്ടാൽ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള ഒരു കുറവുമില്ല, പക്ക സൂപ്പർ. ഒരു പ്രൊഫഷണൽ ഉണ്ടാക്കി അതേ ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എന്നാലും അടുത്തതായി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് പുതിയൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.